വളരെ മ്ലേച്ഛമായ തരത്തിൽ ഇതുപോലുള്ള ആളുകളെ പറ്റി സംസാരിക്കുക. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കേരള സമൂഹം അംഗീകരിക്കുമെന്നാണ് കരുതുന്നത്. എന്നിട്ട് എവിടെയും ചാടി വന്ന് ഏത് വാഹനം കണ്ടാലും അതിന് മുന്നേ ചാടി വന്ന് കുറേ ബഹളം ഉണ്ടാക്കുക. എന്താണ് യഥാർത്ഥത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സംഭവം? ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നൊരു മരണം നടന്നു. അവിടുത്തെ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണു. അപകടം ഉണ്ടായി. അപകടം ചിലപ്പോൾ ഉണ്ടാവാം. അപകടം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിൻ്റെ പേരിൽ ഇങ്ങനെ എന്ത് ധിക്കാരവും കാണിക്കാമെന്നും എന്ത് ഗുണ്ടായുസവും കാണിക്കാമെന്നും പറഞ്ഞു പോയാൽ ജനങ്ങൾ അതിനെ ചെറുക്കും. ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തട്ടെ. ഇത് ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ ആരോഗ്യരംഗത്തിന് 1ാം സ്ഥാനമാണ്, മെച്ചമാണ് എന്ന് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ പിന്നണി പ്രവർത്തകരും ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. അത് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസികളാണ്. നീതി ആയോഗ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്ലാനിംഗ് കമ്മീഷന് പകരമുള്ള ഒരു ഏജൻസിയാണ്. നീതി ആയോഗിൻ്റെ സ്റ്റഡി റിപ്പോർട്ടിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ലോക വിവരങ്ങൾ കിട്ടുന്ന ഗൂഗിളിൻ്റെയോ ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ കേരളത്തിലെ ആരോഗ്യരംഗത്തെ പറ്റി. യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ആരോഗ്യരംഗത്തിനൊപ്പം നിൽക്കുന്ന സ്റ്റാൻഡേർഡ് നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ സ്ഥലത്ത് ഇതേപോലെ പ്രചരണം നടത്തിയ ആൾ വിശ്വസിക്കില്ല. നിരന്തരമായി കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആവർത്തിച്ചാൽ വിശ്വസിക്കുക എന്നുള്ളൊരു ഗീബൽസ്യൻ തന്ത്രമാണ്. എന്തായാലും തിരിച്ചു പറയാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തിനുമുണ്ട്. പിന്നെ വഴുനീളെ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകൾ, ഞങ്ങളെല്ലാം ഒരുപക്ഷെ ഞങ്ങളൊന്നും നടത്തിയ സമരത്തിൻ്റെ അത്രയൊന്നും ഈ യൂത്ത് കോൺഗ്രസ്സുകാരും ഇപ്പോഴത്തെ BJP-ക്കാരും ഒന്നും നടത്തിയിട്ടുണ്ടെന്ന് കരുതണ്ട. ഞാൻ SFIയുടെ കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാകുന്ന സമയത്ത് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിരാഹാരം കിടക്കുമ്പോൾ ആ സമരത്തിൻ്റെയൊക്കെ തുടർന്നാണ് ആ വെടിവെപ്പ് ഉണ്ടായത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിനെതിരെയുള്ള സമരമുണ്ട്. DYFIയുടെയും SFIയുടെയും ഒക്കെ പ്രവർത്തകനായിരുന്നു ഞാൻ. 2 സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നൊക്കെ പ്രവർത്തിക്കുമ്പോൾ സമരങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. അത് സമരത്തിനെയൊന്നും ഞങ്ങളൊന്നും എതിർക്കത്തില്ല. സമരം ചെയ്യുന്നത് തെറ്റാണെന്നും പറയില്ല. പക്ഷേ എവിടെങ്കിലും ആരെങ്കിലും ഒരു ആശുപത്രി ചികിത്സയ്ക്ക് കയറി അതിൻ്റെ പുറകെ പോയി ആക്രമിക്കാൻ പോകുന്നത് എവിടെയും ഉണ്ടോ? നിങ്ങളൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരാളെ രോഗിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് ആക്രമിക്കാൻ പോകുമോ? എന്തോ ഇവരൊക്കെയോടും അഹങ്കാരവും കാണിക്കുന്ന തരത്തിലേക്കാണോ രാഷ്ട്രീയ പ്രവർത്തനം പോകേണ്ടത്?